ഹലോ, എല്ലാ മാസവും നിങ്ങൾക്ക് മിനിമം ഒരു 3000 രൂപ ഏൺ ചെയ്യാൻ ആഗ്രഹമുണ്ടോ? പ്രത്യേകിച്ച് ഞാൻ ചോദിക്കുന്നത് വീട്ടമ്മമാരോടാണ്. നിങ്ങളെ വീട്ടിലെ കറണ്ട് ബില്ലോ ഗ്യാസ് ബില്ലോ അതോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് എടുക്കാനൊക്കെ നിങ്ങളെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ ചിലവാക്കി വാങ്ങിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഉറപ്പായിട്ടും കണ്ടിരിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഫേസ്ബുക്കിൽ നിന്ന് എന്നെ പോലെ എൻ്റെയും മറ്റു ഒരു 100 കണക്കിന് സ്ത്രീകളുടെയൊക്കെ അനുഭവങ്ങൾ എന്നല്ല, ഞങ്ങളൊക്കെ മാസത്തിൽ ഏൺ ചെയ്യുന്നതിനെ കുറിച്ചാണ്. അതുകൊണ്ട് എളുപ്പത്തിൽ ആർക്കും ഇത് പറ്റും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് റീലുണ്ടാക്കാൻ കഴിയുന്നില്ല, നന്നായി സംസാരിക്കാൻ അറിയില്ല, എഴുതാൻ അറിയില്ല, അങ്ങനെ ഒന്നും കഴിവില്ല, പിന്നെ എനിക്കെങ്ങനെ പറ്റുന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ കടന്നുകൂടും. പക്ഷെ ഒരു പ്രശ്നമില്ല. പ്രത്യേകിച്ച് ഈ ഒരു കാലത്ത് നിങ്ങൾക്ക് എഴുതാനാവുന്ന നിങ്ങൾക്ക് ചാറ്റ് GPT ജെമിനിയോട് ചോദിക്കുക, ഒരു വിഷയം സബ്ജക്റ്റ് കൊടുത്താൽ അവരെ എഴുതി തരും. ഇനി നിങ്ങൾ തന്നെ അനുഭവങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്താൽ, അല്ലെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയുള്ള ഒരുപാട് ആപ്പ് ഉണ്ട്. കീബോർഡ്, മംഗ്ലീഷ് കീബോർഡ് എന്നൊക്കെ പലരും ഉപയോഗിക്കുന്നത്. അതിൽ നമ്മൾ ജസ്റ്റ് പറഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യം അവരെ എഴുതി തരും. അല്ലെങ്കിൽ നമുക്കൊരു ഫോട്ടോ എടുത്ത് അത് നന്നായിട്ടില്ലെങ്കിൽ ചാറ്റ് GPTക്ക് കൊടുക്കുക, ഒന്ന് ക്ലിയർ ആക്കി തരാൻ പറഞ്ഞാൽ അവർ ക്ലിയർ ആക്കി തരും. എല്ലാത്തിനും ഇപ്പം ഓപ്ഷൻ ഉണ്ട്, പക്ഷെ അതാരും പ്രയോഗിക്കുന്നില്ല. എന്നിട്ട് എനിക്കൊന്നും അറിയില്ല, എന്നെ കൊണ്ടൊന്നും ആവില്ല, എൻ്റെ കഷ്ടപ്പാട് എന്നും പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വീട്ടു ജോലിയും ചെയ്തിരിക്കും. അപ്പം ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞുതരാം. നിങ്ങൾ അതുപോലെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് മാസം മിനിമം $3000 തുടക്കത്തിൽ കിട്ടും. നമുക്ക് എല്ലാവർക്കും ഫേസ്ബുക്ക് ഉണ്ടാവും, അധിക പേർക്കും ഉണ്ടാവും. നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ എടുത്തു വെച്ച ഒരു പ്രൊഫൈലായിരിക്കും. പക്ഷെ നിങ്ങൾ ആ പ്രൊഫൈലിൽ മാക്സിമം ഒരു പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഓൺ ആക്കാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ആ പ്രൊഫൈലിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം, എങ്ങനെയാണ് പേജ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ. അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ഉണ്ടാവും, ഇഷ്ടംപോലെ ഉണ്ടാവും എങ്ങനെ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാമെന്ന്. ഞാൻ പറയാൻ കാരണം ഫേസ്ബുക്ക് പ്രൊഫൈലിനേക്കാളും പേജിനാണ് നമുക്ക് വരുമാനം കൂടുതൽ കിട്ടുന്നത്. എൻ്റെ അനുഭവത്തിൽ നിന്നും മറ്റു പലരുടെ അനുഭവത്തിൽ നിന്നും ഞാൻ കണ്ടത് അങ്ങനെയാണ്. പേജിൽ നിന്നാണ് വരുമാനം കൂടുതൽ കിട്ടുന്നത്. പ്രൊഫൈലിന് മറ്റൊരു കാര്യം, നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയ പ്രൊഫൈലാണെങ്കിൽ അതിന് ഒരുപാട് പ്രശ്നങ്ങൾ വരും, കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ. അന്ന് നമ്മൾ എന്തെങ്കിലും പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ, പല റീൽസും ഇതൊക്കെ ഷെയർ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിലൊക്കെ അതൊക്കെ പിന്നെ കോപ്പിറൈറ്റ് പ്രശ്നം മറ്റു അതിന് ഒരുപാട് പ്രശ്നങ്ങൾ വരും. അത് സോൾവ് ചെയ്യാനേ നേരെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരു പേജ് തുടങ്ങിയിട്ട് വേണം ഈ ഫേസ്ബുക്കിലേക്ക് നമുക്ക് വരുമാനത്തിന് വേണ്ടി കിടക്കാൻ. അപ്പോൾ പേജ് തുടങ്ങിയാൽ മാത്രം പോരാ. എനിക്ക് 3 മാസം കൊണ്ടാണ് കോണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂള് കിട്ടിയത്. അതെനിക്ക് 1 മാസം കൊണ്ട് തന്നെ കിട്ടേണ്ടതായിരുന്നു. എല്ലാ യോഗ്യതകളുണ്ട്, പക്ഷെങ്കിൽ ഞാൻ അതിലൊരു സെറ്റിങ്സ് ഓൺ ചെയ്തില്ല. അതിനെക്കുറിച്ച്, ആ സെറ്റിങ്സിനെ കുറിച്ച് ആരും പറയുന്നതും കേട്ടില്ല. അങ്ങനെ ഞാൻ ഫേസ്ബുക്ക് മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്തപ്പോഴും ആണ് ഒരു ക്രിയേറ്റർ മോഡ് എന്നുള്ളൊരു പേജ് ടൈപ്പ് ക്രിയേറ്റർ മോഡിലേക്ക് ആക്കിയാൽ മാത്രമേ നമ്മളിടുന്ന പോസ്റ്റ് കോണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ ഓൺ ആയി കിട്ടുള്ളൂ. അങ്ങനെ ഒരു ഓപ്ഷൻ ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്നു സെറ്റിങ്സ് പോയപ്പോൾ. പക്ഷെ എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഇല്ലായിരുന്നു. പിന്നെ ഞാനിങ്ങനെ എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും യോഗ്യത ഉണ്ടായിട്ടും കിട്ടാത്തതെന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഫേസ്ബുക്കിൽ കിടക്കുന്നത് കണ്ടതും ഞാൻ അത് ഓൺ ചെയ്ത് 1 മാസം കൊണ്ട് തന്നെ എനിക്ക് കോണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ കിട്ടി. കോണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ എന്ന് വെച്ചാൽ നമ്മൾ ഇടുന്ന എന്ത് പോസ്റ്റ് ഇട്ടാലും നമുക്ക് അതിന് മോണിറ്റൈസേഷൻ കിട്ടിയിട്ട് പൈസ കിട്ടണമെങ്കിൽ ഈ ഒരു ടൂള് കിട്ടണം. അത് നമ്മൾ റീലോ സ്റ്റോറിയോ ഫോട്ടോ അങ്ങനെ എന്തിട്ടാലും അതിന് പൈസ കിട്ടണമെങ്കിൽ ഈ ഒരു ടൂൾ ഓൺ ആവണം. അതാണ് കോണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂള്. അപ്പോൾ ഈ ക്രിയേറ്റർ മോഡ് എങ്ങനെ ഓൺ ചെയ്യാമെന്ന് ഞാൻ എൻ്റെ ഈ ചാനലിൽ ആദ്യം തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഉണ്ട് എങ്ങനെ ഓൺ ചെയ്യാന്നുള്ളത്. ആ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കെന്നെ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഫേസ്ബുക്കിൽ 1 മാസം കൊണ്ട് എങ്ങനെ കോണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ കിട്ടുന്നതാണ് അതിൻ്റെ ഹെഡിങ്. അത് നിങ്ങൾ നോക്കിയാലും മതി. ആ ടൂള് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അടുത്ത ചെയ്യേണ്ടത്, നമ്മളൊക്കെ പച്ചയ മനുഷ്യർ, നമുക്കൊക്കെ പല അനുഭവങ്ങളും ഉണ്ടാകും. നമ്മൾ ആ അനുഭവം പോസ്റ്റ് ചെയ്താൽ അതുമായിട്ട് റിലേറ്റബിൾ ആകുന്ന മറ്റു പലരും അതിന് കമന്റ് ഇടും. ഇനി ആരും കമന്റ് ഇട്ടില്ല, ആർക്കും അത് കാണാൻ കഴിഞ്ഞില്ല, വ്യൂസൊക്കെ വളരെ കുറവാണെന്ന് നിങ്ങൾ വിചാരിച്ചു. ഫേസ്ബുക്കിനൊരു പ്രത്യേകത ഉണ്ട്, നമ്മളെ വ്യൂസ് കൂട്ടാനും നമ്മൾ സപ്പോർട്ട് ചെയ്യാനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഈ യൂട്യൂബ് അങ്ങനെയല്ല. യൂട്യൂബിൽ എനിക്ക് കൂടുതൽ അറിയില്ല, പക്ഷെ ഞാൻ വിചാരിച്ചിടത്തോളം ഇതിന് ലക്കി ഒരു പ്രധാന ഘടകമാണ്. നമ്മളെല്ലാ വീഡിയോ ഒന്നും ആൾക്കാർ സപ്പോർട്ട് കിട്ടുന്നില്ല, എത്ര നല്ല വീഡിയോ ഇട്ട് സപ്പോർട്ട് കിട്ടും, അതൊക്കെ ഒരു ഭാഗ്യത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചിലർ ചളി ഇട്ടാലും അവർക്ക് ഒരുപാട് വ്യൂസും അവർക്ക് പെട്ടെന്ന് കോണ്ടന്റ് മോണിറ്റൈസേഷൻ ഓണായി കിട്ടിയിട്ട് പൈസ ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ പക്ഷെ ഫേസ്ബുക്ക് അങ്ങനെയല്ല. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്.
ഫോളോ ടു ഫോളോ, പിന്നെ അങ്ങനെ ഫോളോ ചെയ്യാനുള്ള ഒരുപാട് ഗ്രൂപ്പ് നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. അതിലൊക്കെ നമ്മൾ പോയിട്ട് എൻ്റെ പേജിൽ നിന്ന് ഫോളോ ചെയ്യുക. ഞാൻ നിങ്ങളെ തിരിച്ച് ഫോളോ ചെയ്യുന്നൊരു പോസ്റ്റ് ഇട്ടാലും നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഒരു 500 ഫോളോവേഴ്സിനൊക്കെ മിനിമം ഒരു ദിവസം കിട്ടും. അപ്പോൾ നമ്മൾ അവരെയും പോയി ഫോളോ ചെയ്യുക. പിന്നെ അവരുടെ പോസ്റ്റുകൾക്ക് താഴെ പോയിട്ട് കമൻറ്റ് ചെയ്യുക. നമ്മളൊരു 100 പേരെ കമൻറ്റ് ചെയ്താൽ അതിൽ നിന്നൊരു 80 പേരെങ്കിലും ഉറപ്പായിട്ട് നമ്മളെ പോസ്റ്റിന് വന്ന് കമൻറ്റ് ഇടും, നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു 80 പേര് വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളെ പോസ്റ്റ് ഇങ്ങനെ വളരുന്നല്ല, നമുക്ക് ഒരുപാട് വ്യൂസ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും, റീച്ച് കിട്ടും. അങ്ങനെ ഒരു സിസ്റ്റം ഫേസ്ബുക്കിലുണ്ട്. എന്നാൽ യൂട്യൂബിൽ പോലെയല്ല, നമുക്ക് പെട്ടെന്ന് വളരാൻ സാധിക്കും ഫേസ്ബുക്കിൽ. ആദ്യമൊക്കെ ഞാനും ഫേസ്ബുക്ക് പേജ് തുടങ്ങിയിട്ട് എന്നെ ഒന്ന് ഫോളോ ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ എന്നും പറഞ്ഞിട്ട് ഓരോ ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് പോസ്റ്റ് ഇട്ടിരുന്നു. അതുവഴി ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യും, എന്നെ ഫോളോ ചെയ്യുമ്പോൾ ഞാൻ തിരിച്ച് ഫോളോ ചെയ്യും. അങ്ങനെ ഞാനൊരു 5000-ഓളം ഫോളോവേഴ്സിന് ആദ്യത്തെ ഒരു 2-3 ആഴ്ച കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്നാൽ ഈ യൂട്യൂബിലാണെങ്കിൽ ഞാൻ ഇത്രയും ശ്രമിച്ചിട്ടും എനിക്കിപ്പോൾ ഒരു 150 സബ്സ്ക്രൈബേഴ്സേ ആയിട്ടുള്ളൂ. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് എല്ലാ വീഡിയോസിനോട് പറയുകയും ചെയ്യും. പക്ഷെ ഒരു കാര്യം സത്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാതെ തന്നെ ആൾക്കാർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യും. നമ്മൾ പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവരും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല. കാരണം അത് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അവർക്ക് സപ്പോർട്ട്, പിന്നെ നമ്മളെ വീഡിയോ കാണാൻ തന്നെ അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളാണെങ്കിൽ അവർ പിന്നെയും നമ്മളെന്താണ് വീഡിയോ ഇട്ടത് അതിന് അവർ സപ്പോർട്ട് ഉണ്ടാകും. അപ്പോൾ എനിക്കറിയുന്ന കാര്യമാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയരുത്, അല്ലെങ്കിൽ ഫോളോ ചെയ്യാനും പറയരുത്. കാരണം നമ്മൾ പറഞ്ഞ് ചെയ്യിക്കുന്ന ആൾക്കാരുടെ സപ്പോർട്ട് നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് യൂട്യൂബ് പറയാറുണ്ട്. കാരണം ചിലർ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകും. എൻ്റെ കേസ് അങ്ങനെയാണ്. ഞാനൊരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാലും ഞങ്ങൾക്ക് അവരെ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പലപ്പോഴും വിട്ടുപോകാറുണ്ട്. എന്നാലും അവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നിട്ട് ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ നിങ്ങൾ ഫേസ്ബുക്ക് കാര്യം പലരും പറയും ഫേസ്ബുക്കിൽ നിന്നൊന്നും കിട്ടുന്നില്ല, അവരുടെ രോദനം കേൾക്കാം. പക്ഷെ നിങ്ങൾ അതൊന്നും ഒരിക്കലും കാര്യമാക്കരുത്. കാരണം അത് പറയുന്നവർ സത്യം പറയുന്നവരുണ്ട്, കളവ് പറയുന്നവരും ഉണ്ട്. കാരണം ഫേസ്ബുക്കിനെ സംബന്ധിച്ചുള്ള പല സംശയങ്ങൾക്കുള്ള പോസ്റ്റുകൾ ഇടുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എന്നെ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യും മെസ്സഞ്ചർ വഴി, എനിക്ക് അത് പറഞ്ഞുതരോ ഇത് പറഞ്ഞുതരോ. അപ്പോൾ പലരും എനിക്ക് ഐഡിയും അവരുടെ പാസ്വേഡൊക്കെ തന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് ശരിയാക്കി തരുമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ പുള്ളികൾ ആദ്യം പല ഗ്രൂപ്പുകളുണ്ട്, എന്തിനാ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത്, ഒരു പൈസ കിട്ടില്ല എന്ന് പറയുന്ന പല ആൾക്കാർക്കും മാസത്തിൽ വളരെ ഒരു $100 കൂടുതൽ കിട്ടുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരുടെയും വാക്കുകൾ ആദ്യം കേൾക്കാതിരിക്കുക. എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് ആദ്യമായിട്ട് കിട്ടിയ വരുമാനം $253. ഞാൻ തുറന്നു പറയാം, എനിക്കിതുവരെ കിട്ടിയതിൻ്റെ ഗ്രാഫ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ എന്തിനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. ഞാൻ 5 വർഷം മുമ്പേ യൂട്യൂബ് ചാനൽ ആദ്യം തുടങ്ങിയത്. പക്ഷെ നമ്മുടെ മലയാളികളുടെ ഒരു പൊതു സ്വഭാവം എനിക്കും ഉണ്ട്. തുടങ്ങിയും കണ്ട് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ കിട്ടണം, എനിക്ക് ഡോളർ കിട്ടണം, അങ്ങനെ ഒരു ചിന്താഗതി. അതിന് വേണ്ടി ഞാൻ പരിശ്രമിക്കുക, കഷ്ടപ്പെടുക ഒന്നും ചെയ്തില്ല. എനിക്ക് തോന്നുന്നതിന് ഇടയ്ക്ക് 1-2 വീഡിയോ ഇടും, പിന്നെ അത് പൂട്ടും. അങ്ങനെ 5 വർഷത്തോളം ഞാനത് തുടർന്ന്. പക്ഷേ അതിൽ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നില്ല. മൊത്തത്തിൽ അത് പ്രശ്നമായത്, ഒരു രാശിയില്ലാത്ത ചാനൽ എന്നൊക്കെ പറയാം. അങ്ങനെ ഞാൻ ഫേസ്ബുക്ക് തുടങ്ങി. ഫേസ്ബുക്കിൽ എനിക്ക് ഒരു 3 മാസം കൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മോണിറ്റൈസേഷൻ ടൂൾ കിട്ടി. എനിക്ക് അപ്പം തന്നെ ഫേസ്ബുക്കിനെ കുറിച്ച് നല്ല ഐഡിയ ഉണ്ട്, എങ്ങനെ ഏൺ ചെയ്യാം, എങ്ങനെ പോസ്റ്റ് വൈറലാക്കാം എന്നതിനെ കുറിച്ചൊക്കെ എനിക്ക് നല്ലൊരു ഐഡിയ കിട്ടിയിരുന്നേ. നമ്മളെ പോസ്റ്റുകൾക്ക് കൂടുതൽ വരുമാനം കിട്ടുക, നമ്മളെ പോസ്റ്റുകൾ ഇന്ത്യയിലോ കേരളത്തിലോ ഉള്ള ആൾക്കാർ കാണുമ്പോഴല്ല, UK, കാനഡ അങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളിലെ ആൾക്കാർ കാണുമ്പോഴാണ് നമ്മളെ പോസ്റ്റുകൾക്ക് കൂടുതൽ വരുമാനം കിട്ടുക. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, നമ്മൾക്ക് ഫേസ്ബുക്കിൽ ഒരുപാട് ഗ്രൂപ്പ്സ് അവൈലബിൾ ആണ്. മലയാളീസ് ഇൻ UK, മലയാളീസ് ഇൻ കാനഡ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അല്ലെ ദുബായ്, സൗദി, അങ്ങനെ എല്ലാ കൺട്രീസിനും ഓരോ ഗ്രൂപ്പുകളുണ്ട്. നമ്മൾ അതിലൊക്കെ പോയി ജോയിൻ ചെയ്യുക. എന്നിട്ട് ജോയിൻ ചെയ്തിട്ട് നമ്മൾ അതിലൊക്കെ ഓരോ പോസ്റ്റുകൾ ഇട്ടിട്ട് അതിലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അവർ നമ്മളിടുന്ന പോസ്റ്റുകൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരിലേക്ക് എത്തും, അവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഈ കാനഡ, ലണ്ടൻ അവരുള്ള ആൾക്കാരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏണിങ്സ്, അതുവരെ നമ്മളൊരു 1000 ക്വാളിഫൈഡ് വ്യൂസ് എന്ന് വെച്ചാൽ നമ്മളെ പോസ്റ്റുകൾ 1000 ആൾക്കാർ കാണുന്നത്. ഒരു 5 മിനിറ്റുള്ള വീഡിയോ ഇട്ടാൽ അതിൽ ഒരു 2-3 മിനിറ്റ് ആൾക്കാർ കണ്ടാൽ മാത്രമേ അതൊരു ക്വാളിഫൈഡ് വ്യൂസ് ആയിട്ട് കൂട്ടുള്ളൂ. അങ്ങനെ ഒരു 1000 ക്വാളിഫൈഡ് വ്യൂസിന് ആദ്യം എനിക്ക് കിട്ടിയത് 0.02 സെന്റ് എന്ന് വെച്ചാൽ പൈസ, 2 പൈസ 3 പൈസ ഉള്ളതൊക്കെ പിന്നീട് എനിക്കത് കയറി 0.15 സെന്റിലേക്ക് വരെ എത്തിയിട്ടുണ്ട്.
പിന്നെ ഒരു വീഡിയോക്ക് ഞാൻ എൻ്റെ മോളൊരു വീഡിയോ ഇട്ട് 0.30 വരെ കിട്ടി. അപ്പം നമുക്ക് യൂട്യൂബിലുള്ള അതേ ഒരു വരുമാനം തന്നെ നമുക്ക് ഫേസ്ബുക്കിലും കിട്ടുന്നുണ്ട്. അത് ഫോട്ടോസ് ആയിക്കോട്ടെ, നമ്മൾ എന്തെങ്കിലും എഴുതിയിട്ടാലും എല്ലാത്തിനും കിട്ടും. യൂട്യൂബിൽ നമുക്ക് വീഡിയോസിന് മാത്രമേ കിട്ടുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടാലും നമ്മൾ എന്തെങ്കിലും എഴുതിയിട്ടാലും ഒക്കെ കിട്ടും. പിന്നെ ആൾക്കാരെ കൂട്ടാനുള്ള മറ്റൊരു ടെക്നിക്ക് പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ തുടക്കക്കാരാണെന്ന് വെച്ചോ, ഒന്നും അറിഞ്ഞൂടാത്തൊരു വീട്ടമ്മ ഫേസ്ബുക്കിൽ ഒരു പേജ് തുടങ്ങി, അത് ക്രിയേറ്റർ മോഡിലേക്ക് മാറ്റി. ക്രിയേറ്റർ മോഡിലേക്ക് മാറ്റി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഒറിജിനൽ എഡിറ്റും ചെയ്യേണ്ട. ആദ്യം ഇടുന്ന കണ്ടന്റ് നിങ്ങൾ എഡിറ്റ് ചെയ്ത് അതിൽ വാട്ടർമാർക്ക് പോലുള്ള ഒന്നും ഇട്ട് അങ്ങനത്തെ ഒന്നും ഇടണ്ട. ഒറിജിനൽ കണ്ടന്റ് മാത്രം ഇടുക. മോണിറ്റൈസേഷൻ ടൂള് കിട്ടുന്നവരെ ഒറിജിനൽ കണ്ടന്റ് മാത്രം ഇട്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് 1 മാസം കൊണ്ട് തന്നെ കിട്ടും. അപ്പം ഒരു വീട്ടമ്മ പേജ് തുടങ്ങി ക്രിയേറ്റർ മോഡിലേക്ക് മാറ്റി. അപ്പോൾ എങ്ങനെ ആൾക്കാരെ കൂട്ടാൻ ചിന്തിക്കും? പെട്ടെന്ന് ആൾക്കാരെല്ലാം കൂടി കമന്റ് ചെയ്യണം, പോസ്റ്റ് ഒന്ന് വൈറലാക്കണം. അത് ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ വീട്ടിലൊരു മാങ്ങ ഉപ്പിലിടുന്നു, അല്ല മാങ്ങയോ തേങ്ങയോ നെല്ലിക്കോ എന്തെങ്കിലും ഉപ്പിലിട്ടിട്ടുള്ള അതിൽ പൂപ്പൽ വരുന്നു. പലർക്കുള്ള ഒരു പ്രശ്നമാണ്, അതിലിങ്ങനെ നിറച്ച് പൂപ്പലുണ്ടാകുന്നത്. അപ്പോൾ ഈ പൂപ്പൽ പോകാൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു സംശയം നമ്മൾ ആ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിടുക. അറിയുന്നവരൊന്ന് പറഞ്ഞു തരണം, ഞാനിങ്ങനെ നെല്ലിക്ക ഉപ്പിലിട്ടിട്ട് എപ്പോൾ ഇട്ടാലും ഈ വെള്ളത്തിൽ ഇങ്ങനെ പൂപ്പൽ വരുന്നത്, ഇത് എങ്ങനെ? പക്ഷെ ഷോപ്പിൽ നിന്ന് ഞാൻ കാണുന്നത് അതിൽ നിന്ന് പൂപ്പലില്ലാതെ നല്ല നീറ്റായി കിടക്കുന്നു. ഈ പൂപ്പല് നമ്മൾക്ക് ഉപദ്രവകാരിയാണോ? എങ്ങനെ ഇത് ഇല്ലാണ്ടാക്കാം എന്നൊരു ചോദ്യം ചോദിച്ചാൽ പോസ്റ്റ് ഇട്ടാൽ അതങ്ങ് വൈറലായിക്കോളും. കാരണം ഒരുപാട് പേർക്ക് ഈ സംശയമുണ്ട്. അപ്പോൾ ഈ സംശയമുള്ള ആൾക്കാരിലൊക്കെ എനിക്കും അറിയണം. കാരണം അങ്ങനെ ഒരു കമന്റ് ഇട്ടാൽ തന്നെ അവർക്ക് നോട്ടിഫിക്കേഷൻ വരും. ആ പോസ്റ്റിന് റിപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് നോട്ടിഫിക്കേഷൻ കൊള്ളും. നിങ്ങളിട്ട ഈ ഒരു കമന്റിന് റിപ്ലൈ വന്നിട്ടുണ്ട്, നിങ്ങളെ മെൻഷൻ ചെയ്ത് വന്നിട്ടെന്ന് നോട്ടിഫിക്കേഷൻ ചെല്ലും. അങ്ങനെ ഒരുപാട് ആൾക്കാർ അറിയുന്നവർ അതിന് റിപ്ലൈ ചെയ്യും. അങ്ങനെ നമുക്കൊരു കമ്മ്യൂണിറ്റി അവിടെ ബിൽഡപ്പ് ചെയ്തെടുക്കാം. ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ പോസ്റ്റ് ആരും മൈൻഡ് ചെയ്യുന്നില്ല ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കത് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാം. അതിനാദ്യം നിങ്ങൾ വേണ്ടത്, നിങ്ങളെ എന്ത് പോസ്റ്റോ അതുമായി റിലേറ്റ് ചെയ്തുള്ള ഗ്രൂപ്പുകൾ വേണം ജോയിൻ ചെയ്യാൻ. അല്ലാതെ നിങ്ങളിപ്പം ഒരു കൃഷിയെക്കുറിച്ചൊരു പോസ്റ്റ് ചെയ്ത് ചീരക്ക് വരുന്ന വെള്ളീച്ചകളെ എങ്ങനെ തുരത്താം എന്നൊരു പോസ്റ്റ് ചെയ്തിട്ട് അത് നിങ്ങൾ മറ്റേ മോഹൻലാലിന്റെ ഫിലിം ഫീഡുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അവിടുന്ന് അവർ അഡ്മിൻ ഡിക്ലൈൻ ചെയ്യും. അങ്ങനെ 3 പ്രാവശ്യം ഡിക്ലൈൻ കിട്ടിയാൽ നിങ്ങളുടെ പേജ് ഇൻഒതന്റിക് എൻഗേജ്മെന്റ് എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് നിങ്ങളുടെ പേജ് സസ്പെൻഡ് ചെയ്യും ഫേസ്ബുക്ക്. അതുകൊണ്ട് നിങ്ങൾ കൃഷിയെ സംബന്ധിച്ചുള്ള പോസ്റ്റുകളാണ് ഇടുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിൽ തന്നെ, കൃഷി സംബന്ധമായ ഗ്രൂപ്പിൽ ആദ്യം ജോയിൻ ചെയ്തിട്ട് അതിൽ തന്നെ പോസ്റ്റ് ചെയ്യണം. ഇനി മോഹൻലാലിനെ കുറിച്ചാണെങ്കിൽ നിങ്ങൾ ഫിലിം ഫീൽഡുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പിൽ തന്നെ പോസ്റ്റ് ചെയ്യണം. അല്ലാതെ മോഹൻലാലിനെ കുറിച്ചുള്ള മറ്റേ കൃഷി സംബന്ധിച്ചുള്ള ഇട്ടാലും, കൃഷിയെ സംബന്ധിച്ചുള്ള മോഹൻലാലിനെ അല്ലെങ്കിൽ ഷാരൂഖ് ഖാന്റെ ഗ്രൂപ്പിൽ പോയി ഇട്ടാലൊക്കെ നിങ്ങൾക്ക് എന്താകും? അവർ ഡിക്ലൈൻ ചെയ്തിട്ട് ഫേസ്ബുക്ക് നേരെ പോയിട്ട് നിങ്ങളൊക്കെ സസ്പെൻഡ് ചെയ്യും ഇത്ര മാസത്തേക്കെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാരണം നിങ്ങളോട് പറഞ്ഞു, അതുവരെ എനിക്ക് മാസം $400 വരെ എനിക്ക് മാക്സിമം $456 എനിക്ക് മാസത്തിൽ കിട്ടിയെന്നുള്ള ആളായിരുന്നു ഞാൻ. എനിക്ക് കിട്ടിയത് എനിക്ക് 27,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഫോളോവേഴ്സ്, ഫേസ്ബുക്ക് ഫോളോവേഴ്സ് ആണല്ലോ. ആദ്യമൊക്കെ ഞാനും എല്ലാവരെയും ഒരു 5,000 പേരോളം അങ്ങോട്ട് ഫോളോ ചെയ്തിട്ട് എന്നെ തിരിച്ച് ചെയ്യണമെന്നും പറഞ്ഞാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ പിന്നീട് ഞാൻ എൻ്റെ പോസ്റ്റുകൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ആൾക്കാർ എന്നെ ഫോളോ ചെയ്തത്. ഞാൻ ഫേസ്ബുക്ക് സംബന്ധിച്ചുള്ള സംശയങ്ങൾക്കും പിന്നെ കൂടുതൽ പറയുകയാണെങ്കിൽ നമ്മൾ സെലിബ്രിറ്റികളെ കുറിച്ച് എത്രത്തോളം പോസ്റ്റ് ഇടുന്നോ നമുക്ക് അത്രത്തോളം ഫോളോവേഴ്സിന് കൂടിയിട്ട് എനിക്ക് എൻ്റെ അനുഭവത്തിൽ പ്രത്യേകിച്ച് രേണുസുധിയെ കുറിച്ച് പോസ്റ്റ് ഇടുമ്പോഴൊക്കെ ഒരു പോസ്റ്റ് തന്നെ എനിക്ക് 4,000-5,000 ഫോളോവേഴ്സാണ് കൂടിയത്. രേണുസുധിയെ കുറിച്ച് സപ്പോർട്ട് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾക്ക്. അല്ല സെലിബ്രിറ്റികളെ കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായി ഏണിങ്സും കിട്ടും, വ്യൂസും ഏണിങ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കിട്ടും. അങ്ങനെ നമ്മളതിൽ ഏത് പോസ്റ്റാണ് നമുക്ക് റീച്ച് ആകുന്നത്? പലരുടെയും പേജുകൾക്ക് പല പോസ്റ്റാണ്. ചിലർ റീലിടുമ്പോഴായിരിക്കും പെട്ടെന്ന് റീച്ച് ആവുക, ചിലർ എഴുതി ഇടുമ്പോഴായിരിക്കും റീച്ച് കിട്ടും. അത് ഏതാണ് നമ്മൾ കണ്ടുപിടിക്കണം. ഓരോന്ന് ഇട്ടിട്ട് നമ്മൾ ആദ്യം അത് കണ്ടെത്തണം. നമ്മൾ ഏതിട്ടാണ് നമുക്ക് റീച്ച് കൂടുതൽ കിട്ടുന്നതും ഏണിങ്സ് കൂടുതൽ കിട്ടുന്നതെന്നത് കണ്ടെത്തിയിട്ട് ആ ഒരു വഴിക്കേക്ക് നമ്മൾ നീങ്ങണം. പിന്നെ ആൾക്കാരെ കൂടുതൽ എൻഗേജ് ചെയ്യിക്കണം. എല്ലാവരും ആ പോസ്റ്റ് കണ്ടിട്ട് എന്തെങ്കിലും അവർക്ക് കമന്റ് ഇടാൻ അവസരം കൊടുക്കണം. ആ കമന്റ് ഇട്ടാൽ നമ്മൾ ഓരോ അരമണിക്കൂർ കൂടിയിട്ട് നമ്മൾ ആ കമന്റിന് റിപ്ലൈ കൊടുക്കുമ്പോൾ ആ പോസ്റ്റ് ഒന്നുകൂടി വൈറലാവും. അതുകൊണ്ട് എല്ലാ കമന്റുകൾക്കും ഒരുമിച്ച് റിപ്ലൈ കൊടുത്ത് നമ്മൾ അടച്ചു പോട്ടരുത്. ഓരോരോ അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ കൂടുമ്പോൾ നമ്മൾ പോസ്റ്റുകൾക്ക് റിപ്ലൈ കൊടുക്കുക.
അപ്പോൾ അത് ആ പോസ്റ്റ് ഇങ്ങനെ റീച്ച് കൂടി വരും. 28 ദിവസമെങ്കിലും അതിങ്ങനെ കറങ്ങി കളിക്കും. നമുക്ക് അതിൽ നിന്ന് ഏണിങ്സ് ഇങ്ങനെ കിട്ടുകയും ചെയ്യും. ഞാൻ മുമ്പ് എൻ്റെ വീഡിയോ പറഞ്ഞിരുന്നു, രേണുസുധിയെ കുറിച്ചുള്ള ഒരു പോസ്റ്റ് എനിക്ക് 2 ദിവസം കൊണ്ട് $32 കിട്ടിയ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വൈറലായിട്ട് അല്ലെങ്കിൽ ഇന്ന് നടക്കുന്ന സംഭവത്തെക്കുറിച്ച്, ഇന്ന് ഈ പോസ്റ്റ് ഇടുകയാണെങ്കിൽ പേളി മണിയെക്കുറിച്ചും അതിനെക്കുറിച്ച് കിട്ടാൻ ആൾക്കാർ നമ്മൾ പച്ചത്തെറി വിളിച്ചിട്ടും അല്ലാതെയൊക്കെ നമുക്ക് ഒരുപാട് കമൻസ് കിട്ടും. അതുവഴി നമുക്ക് ഏണിങ്സും കൂടുതൽ ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. ഇനി വീട്ടമ്മമാർ നിങ്ങൾക്ക് റീൽ ഉണ്ടാക്കാൻ അറിയില്ല, ഫോട്ടോ എടുക്കാൻ അറിയില്ല, എഴുതാൻ അറിയില്ലെങ്കിലൊക്കെ ChatGPT, ജെമിനി പോലുള്ള സംഭവങ്ങളെ ആശ്രയിക്കുക. അവർ നിങ്ങൾക്ക് എഴുതിത്തരും, നിങ്ങളെ ഫോട്ടോ ക്ലിയർ ആക്കി തരും, നിങ്ങൾക്ക് അതിന് വേണ്ട ക്യാപ്ഷൻ തരും. അപ്പോൾ നിങ്ങൾ ആ ക്യാപ്ഷൻ അതുപോലെ എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇടാതെ പറ്റുമെങ്കിൽ നിങ്ങൾ അത് വായിച്ചിട്ട് ടൈപ്പ് ചെയ്ത് ഇടുക. കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാലൊരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ ചിലർ പറയുന്നത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാൽ പിന്നെ അത് റീച്ച് കിട്ടില്ല. പക്ഷെ അങ്ങനത്തെ സംഭവമൊന്നുമില്ല, റീച്ചൊക്കെ കിട്ടുന്നുണ്ട്. എന്നാലും നമ്മൾ ടൈപ്പ് ചെയ്തിടുമ്പം കോപ്പി പേസ്റ്റ് ചെയ്തിടുന്നതിനേക്കാളും റീച്ച് കിട്ടും. കാരണം എപ്പോൾ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തിടുമ്പം ഫേസ്ബുക്ക് വിചാരിക്കുന്നത് റോബോട്ടാണെന്ന് വിചാരിക്കും. ഇത് എഴുത്തിയിടുന്നില്ലല്ലോ, എല്ലാം കോപ്പി പേസ്റ്റ് ആണല്ലോ എന്നുള്ള രീതിക്ക് വരും. അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് മാറ്റം വരുത്തിയിട്ട് മാക്സിമം കോപ്പി പേസ്റ്റ് ചെയ്യാതെ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി. കാരണം ഫേസ്ബുക്കിൽ ഞാൻ 100% വിജയിച്ചതാണ്. എനിക്ക് അതിനെക്കുറിച്ച് ഏറ്റവും സെറ്റ് കാര്യങ്ങൾ ഇപ്പോൾ അറിയാം. പിന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ തന്നെ മെറ്റ AI ടീമിനോട് ചോദിക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിൽ അവർ ക്ലിയർ ചെയ്ത് തരും. ഇപ്പോൾ നമുക്കുള്ള എല്ലാ സൗകര്യവും അവൈലബിൾ ആണ്. പക്ഷെ അത് നമ്മളാരും യൂസ് ചെയ്യുന്നില്ല എന്നുള്ള ഒറ്റൊരു പ്രശ്നമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് റീച്ച് കിട്ടണം, നിങ്ങൾ അതായത് ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്തിട്ട് ഒരു കമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്തെടുക്കുക. കുറേ ആൾക്കാരെ പോയി സപ്പോർട്ട് ചെയ്ത് അവരൊക്കെ നമ്മളെ തിരിച്ച് വന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങോട്ട് ചെയ്താൽ ഇങ്ങോട്ടും കിട്ടും. അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടും നമ്മളെ പോസ്റ്റുകളിൽ റീച്ച് ആക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ പ്രൊഫൈൽ, അതായത് പ്രൊഫൈലിൽ നിന്ന് ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത് അത് ക്രിയേറ്റർ മോഡിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾ ഓരോ പോസ്റ്റുകൾ ഒറിജിനൽ പോസ്റ്റ് മാത്രം, കോണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ കിട്ടുന്നവരെ ഒറിജിനൽ പോസ്റ്റുകൾ മാത്രം ഇട്ടിട്ട് നിങ്ങൾ ആ ടൂൾ ആദ്യം നേടിയെടുക്കുക. ഇപ്പോൾ ഒരു ക്രിറ്റീരിയ വന്നിട്ടുണ്ട്, 3 ലക്ഷം വ്യൂസ്, 28 ദിവസം കൊണ്ട് 3 ലക്ഷം വ്യൂസ് കിട്ടി. നമ്മളെ ഫേസ്ബുക്ക് പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ട് എന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ആഗസ്റ്റിനകം കോണ്ടന്റ് മോണിറ്റൈസേഷൻ ഓണായി കിട്ടുന്ന ഒരു ക്രൈറ്റീരിയ, നല്ലൊരു ക്രൈറ്റീരിയയാണ്, അത് വന്നിട്ടുണ്ട്. മാക്സിമം അത് യൂസ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. എങ്ങനെയെങ്കിലും വ്യൂസ് ഉണ്ടാക്കിയിട്ട്, വ്യൂസ് ഉണ്ടാക്കാന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു പോസ്റ്റിന് ലിങ്ക് ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുക, അങ്ങനത്തെ കാര്യം. നമ്മൾ ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ അതൊക്കെ നമ്മൾ ഫേസ്ബുക്ക് ബാൻ ചെയ്യുന്നുണ്ട്. മാക്സിമം ലിങ്ക് ഷെയർ ചെയ്യാതെ ക്രോസ് പോസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളൊരു പോസ്റ്റ് ഇടുമ്പോൾ തന്നെ അതിലൊരു ഓപ്ഷൻ വരും, ഫേസ്ബുക്ക് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യണമെന്ന്. ആ ഒരു ഷെയറിങ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഷെയർ ചെയ്തിട്ട് വ്യൂസ് കൂട്ടിയിട്ട് മോണിറ്റൈസേഷൻ ടൂള് വാങ്ങിയെടുക്കുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ദിവസവും നിങ്ങളൊരു ഫോട്ടോ ഇട്ടാൽ തന്നെ, ഒരു ഫോട്ടോയിൽ നിങ്ങൾക്കൊരു 10 പൈസ വെച്ച് കിട്ടിയാൽ നിങ്ങൾ ഒരു ദിവസം നിങ്ങൾക്ക് എത്ര പോസ്റ്റ് വേണമെങ്കിലും ഇടാം. ഓരോ പോസ്റ്റിന് നിങ്ങൾക്കൊരു മിനിമം 10 പൈസ വെച്ച് കിട്ടിയ ഒരു മാസം നിങ്ങൾക്ക് എത്ര കിട്ടും? എന്തെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, ഇന്ന് ഉച്ചക്ക് എന്തായാലും നിങ്ങൾ സ്പെഷ്യലേ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചോദിക്കുക. അപ്പോൾ തന്നെ നമ്മൾ എത്രത്തോളം പോസ്റ്റ് ഇങ്ങനെ ഡെയിലി ഇടുന്ന അത്രത്തോളം നമുക്ക് റീച്ചിന് കൂടി കിട്ടും. അല്ലാതെ രാവിലെ ഒന്ന് ഉച്ചക്കൊന്ന് ഈ ഗുളിക കഴിക്കുന്ന പോലെ ഇടുന്നവർക്കൊന്നും വലിയ റീച്ച് ഉണ്ടാവില്ല. എനിക്ക് ആകെ അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് കരയേണ്ടി വരും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് തോന്നുന്നതൊക്കെ പോസ്റ്റ് ചെയ്താൽ നമുക്ക് നല്ല റീച്ച് കിട്ടുന്നത്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പേജ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഫേസ്ബുക്ക് പേജിനാണ് പ്രൊഫൈലിനേക്കാളും എനിക്ക് ഏണിങ്സ് കിട്ടിയത്. പ്രൊഫൈലിന് 1 പൈസ ആണെങ്കിൽ പേജിന് 10 പൈസ വെച്ച് കിട്ടുന്നുണ്ട്. എത്ര പ്രൊഫൈലിൽ അതേ വ്യൂസ് തന്നെ, സെയിം വ്യൂസ് തന്നെ പേജിലാണെങ്കിലും പേജിലാണ് എനിക്ക് കൂടുതൽ കിട്ടുന്നത്. റീച്ചും കൂടുതൽ കിട്ടുന്നത് പേജിനാണ്. മറ്റ് പല വഴി കൂട്ടിയും പേജിൽ നമുക്ക് പ്രൊഫൈലിനേക്കാളും ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് പേജിലുണ്ട് പല തരത്തിൽ. അപ്പോൾ നിങ്ങൾ പേജ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പേജ് ക്രിയേറ്റ് ചെയ്യേണ്ട അറിയില്ലെങ്കിൽ ഞാൻ വീഡിയോ ഇടാം, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. എങ്ങനെ ഇടണം, അല്ല എന്തിനെക്കുറിച്ച് നിങ്ങൾ എന്താ സംശയം എന്ന് വെച്ചാൽ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ഫേസ്ബുക്ക് സംബന്ധിച്ചുള്ള എന്ത് കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ഇടാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നിരാശ ഉണ്ടാകും. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് നിരാശയായിരുന്നു. കാരണം ഞാനൊരു മടിച്ചാണ്. എനിക്ക് ജോലിക്ക് പോകാനോ, ബിടെക് കഴിഞ്ഞതാണ്, പക്ഷെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ലോഡ് മടിയും ഉണ്ട്. ജോലിക്ക് പോയിട്ടു അതൊക്കെ എന്നെ സംബന്ധിച്ച് എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര മടിയാണ്. വീഡിയോ ചെയ്യാനും എല്ലാത്തിനും മടിയായിരുന്നു. അങ്ങനെ എന്നാലും എനിക്ക് തോന്നുമ്പോഴും ഒരു കുമ്പോ മീനവും ഓരോ വീഡിയോ ഇട്ട് എൻ്റെ ആ ചാനൽ പൂട്ടി.
അപ്പോൾ പൂട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഫേസ്ബുക്കിലേക്ക് മാറിയതും, പക്ഷെ അവിടുന്ന് പെട്ടെന്ന് എനിക്ക് സക്സസ് ആയപ്പോൾ എനിക്കൊരു ഭയങ്കര നമുക്കൊരു വരുമാനം കിട്ടുന്നത് കാണുമ്പോൾ അതിനോട് ജോലി ചെയ്യാനൊരു ഇഷ്ടം ഉണ്ടാകും. അല്ലാതെ ഒന്നും കിട്ടുന്നത് കാണുമ്പോൾ ചെയ്യാൻ ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ ആ ഫേസ്ബുക്കിൽ തുടങ്ങി. എനിക്ക് പ്രൊഫൈലിനും കിട്ടി, പേജിനും എനിക്ക് കോണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂള് കിട്ടി. പക്ഷെ ഞാൻ ഇപ്പോൾ ചെയ്തത്, അതായത് ഫേസ്ബുക്ക് എല്ലാം മെറ്റ AI ടീമിലേക്ക് മാറിയപ്പോൾ എല്ലാവർക്കും പ്രശ്നം വരുന്നു, കംപ്ലീറ്റ് പ്രശ്നം. അപ്പോൾ ഞാൻ എൻ്റെ പേജിലിടുന്ന പോസ്റ്റുകൾ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിലേക്ക് ഷെയർ ചെയ്യും. അപ്പോൾ അത് ഇൻഓതന്റിക് എൻഗേജ്മെൻ്റ് ആണെന്ന് കാണിച്ചിട്ട് എനിക്ക് പേജ് സസ്പെൻഡ് തന്നു 3 മാസത്തേക്ക്. അപ്പോഴാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയത്. കാരണം നമുക്ക് അതുവരെ മാസത്തിലൊരു വരുമാനം കിട്ടി. നമ്മൾ ആരും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കുമ്പോൾ പെട്ടെന്ന് ആ വരുമാനം നിൽക്കുമ്പോൾ ഒരു തരം ഡിപ്രഷൻ ആയിരിക്കും. അതാ നിൽക്കുന്നവർക്ക് അറിയാൻ പറ്റും. എനിക്കും അങ്ങനെ ഒരു പ്രശ്നം വന്നു. അപ്പോൾ തന്നെ ഞാൻ എന്താ എടുത്തു, ഇത് യൂട്യൂബിലൊരു പുതിയ ചാനൽ തുടങ്ങി. ഇതൊന്നും സക്സസ് ആവോ ഉറപ്പൊന്നുമില്ല. യൂട്യൂബ് വിജയിക്കാൻ ഭാഗ്യം വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ അതുപോലെ നമ്മൾ അട്രാക്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇട്ടിട്ട് ആൾക്കാരെ കയ്യിലെടുക്കണം. എനിക്ക് അങ്ങനത്തെ ഒരു വലിയ കഴിവൊന്നും ഇല്ല. ഞാൻ ഒരു പച്ചയായിട്ട് ഇതുപോലെ തന്നെയാണ് ഞാൻ വീഡിയോ ഒക്കെ ഇടുന്നത്. അപ്പം നിങ്ങൾക്ക് എന്ത് സംശയം വേണമെങ്കിൽ എന്നോട് ചോദിക്കാം. ഫേസ്ബുക്കിനെ കുറിച്ചുള്ളതാണ്. യൂട്യൂബിനെ കുറിച്ച് ഞാൻ പഠിക്കാനേ ശ്രമിച്ചിട്ടില്ല. ഇങ്ങനെ വീഡിയോ ഇടുന്നുണ്ടെന്നല്ലാതെ യൂട്യൂബിനെ കുറിച്ച് മറ്റ് പലരും വീഡിയോ ചെയ്യുന്നുണ്ട്. അത് കാണാനുള്ള എനിക്ക് ക്ഷമ എന്ന് പറയുന്ന സംഗതി വളരെ കുറവാണ്. YT സ്റ്റുഡിയോ പോയിട്ട് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ സെറ്റിങ്സ്, അതൊന്നും ഞാൻ ഇതുവരെ നോക്കിയിട്ടും ട്രൈ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക. അയ്യോ, എൻ്റെ മോൾ എണീറ്റ. കമൻറ്റ് ഇടുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇതാ മോളിപ്പോഴാണ് ഉറങ്ങിണീറ്റത്. മോൻ എടുത്തോണ്ടതാ എൻ്റെ മക്കളായത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ പറഞ്ഞ് ചെയ്യിച്ചിട്ട് എന്താ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല. അതെനിക്ക് അറിയുന്ന കാര്യമാണ്. എന്നാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ മിനിമം എന്തായാലും നിങ്ങൾക്ക് മാസത്തിൽ മിനിമം 3000 രൂപ നേടാൻ പറ്റും. 100% ഉറപ്പ്. എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന പല സ്ത്രീകളും വെറുതെ വീട്ടിൽ ജോലി ചെയ്ത് വീട്ടമ്മമാരൊക്കെ ഇത് നേടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഒരു ഉറപ്പിലാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് സ്ത്രീകൾ മാസം മിനിമം ഒരു 3000 എങ്ങനെ വെച്ചാൽ നേടുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. കാര്യം വിട്ടുപോയേ, എനിക്ക് $400 എങ്ങനെ കിട്ടും നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. അത് മറ്റൊന്നുമല്ല, ഫേസ്ബുക്ക് ഒരുപാട് ബോണസ് പ്രോഗ്രാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ലക്ഷക്കണക്കിന് വ്യൂസ് ഉള്ളവർക്കൊക്കെ $50 ഒരാഴ്ച ബോണസ് പ്രോഗ്രാം നൽകും. അതായത് നിങ്ങളുടെ ഒരു പോസ്റ്റ് മിനിമം 2 ലക്ഷം പേര് കണ്ടാൽ നിങ്ങൾക്ക് $50 എക്സ്ട്രാ ബോണസായി കിട്ടും. ഇത് നമുക്ക് മില്യൺ കണക്കിന് വ്യൂസാണ്. എനിക്കിപ്പോൾ മില്യൺ കണക്കിന് വ്യൂസ് കിട്ടുന്നുണ്ട്. അപ്പം എനിക്ക് വരുന്നത് $160, $200 ബോണസ് പ്രോഗ്രാമാണ്. ഒരാഴ്ച നിങ്ങളെ പോസ്റ്റ് 5 ലക്ഷം പേര് കാണുമെങ്കിൽ, നിങ്ങൾ ഇടുന്ന 2 പോസ്റ്റുകൾ 5 ലക്ഷം അല്ല 10 ലക്ഷം പേര് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ആഴ്ച $160 വെച്ച് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ബോണസ് പ്രോഗ്രാം വഴി കിട്ടുന്ന $160 ആ പോസ്റ്റുകൾ വഴി കിട്ടുന്ന മറ്റു ഡോളറും അങ്ങനെ എല്ലാം കൂട്ടിയിട്ടാണ് എനിക്ക് മാസത്തിൽ, ഞാൻ പറഞ്ഞല്ലോ, $456 സംതിങ് കിട്ടിയത്. അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ വീഡിയോയുടെ ആദ്യം പറയാൻ വിട്ടുപോയി. ഇപ്പോഴാണ് ഓർമ്മിക്കുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്താൽ ഉറപ്പായിട്ട്, ഞാൻ 100% പറയുന്നത്. ഒരുപാട് പേരുടെ പ്രൊഫൈല് അവർ ഏൺ ചെയ്യുന്നത് നേരിട്ട് കണ്ട ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ പറയുന്നത്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് മിനിമം ഒരു തുക ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്ത് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ പറഞ്ഞുതരാം.